പാട്ടോട് പാട്ട് പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫോർ ദ പീപ്പിളിലെ തന്നെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഗാനം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗാനം? ആ സിനിമ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഒരു ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഇറങ്ങിപ്പുറപ്പെടലാണ് ചെറുപ്പക്കാരുടെ. അവർ ലോകസമാധാനത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന പാത അഹിംസയുടേതാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അവർ അതിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം അതുതന്നെയാണ്. ഞാൻ കൈതപ്പുറമായിട്ട് ഈ സോങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പടത്തിൻ്റെ ഫോർ ദ പീപ്പിൾ എന്ന സിനിമയുടെ ഡിസ്കഷൻ സമയത്ത് അല്ലെങ്കിൽ പാട്ടിൻ്റെ കമ്പോസിങ് സമയത്ത് കൈതപ്പുറത്തിനോട് പറഞ്ഞിരുന്നു, ഈ പാട്ട് ഇതിൻ്റെ ആത്മാവാണ്. ലജ്ജാവതിയും അന്നക്കിളിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് ഈ പാട്ടാണ്, ഈ ട്യൂണാണ്. അങ്ങനെയാണ് കൈതപ്പുറം ഏറ്റവും അർത്ഥവത്തായ വരികൾ എഴുതുന്നത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, നെഞ്ചോട് ചേർത്ത് ജപിക്കാം എന്ന് ദീപാങ്കുരനാണ് പാടിയിരിക്കുന്നത്. കൈതപ്പുറത്തിൻ്റെ മകനാണ് പാടിയിരിക്കുന്നത്. ജാസി അതിൻ്റെ അകത്ത് അത്രയും സംസ്കൃത വാക്കുകളുള്ള ഒരു പാട്ടാണ് തുടങ്ങുന്നതെങ്കിലും അതിൻ്റെ പിന്നീട് വരുന്ന ഫോർമാറ്റൊക്കെ ഡിഫറെൻ്റാണ്. അതിനെ ഒരു വെസ്റ്റേൺ ഫീലിലേക്ക് അല്ലെങ്കിൽ ഈ റാപ്പും റഗയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചടുലമായ മോമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. അത് ആവശ്യമാണ് ആ സിനിമയിൽ. കുട്ടികൾ ഇറങ്ങി പുറപ്പെടുന്ന അല്ലെങ്കിൽ ഈ സമൂഹത്തിലെ അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന കുട്ടികൾ അവരുടെ നീക്കങ്ങൾ കൂടുതലും ബൈക്കുകളിലും അല്ലെങ്കിൽ അവർ സ്റ്റൈലൈസ്ഡായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ബൈക്കുകളിലും അല്ലെങ്കിൽ അവരുടെ നീക്കങ്ങൾ അവരുടെ പ്രത്യേകതരം വസ്ത്രധാരണ രീതിയിലൊക്കെ നമ്മൾ ഒരു മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ മ്യൂസിക്കിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രാധാന്യമുണ്ട്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, നെഞ്ചോട് ചേർത്ത് ജപിക്കാമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ലിറിക്കിലൂടെ മൂവ് ചെയ്യുന്ന ഓരോ ആക്ഷൻസും നമുക്ക് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സിനിമ, ആ സിനിമയുടെ ഗാനങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വെറുതെ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല. എന്താണോ ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശം ഫലവത്താകുക എന്നുള്ളതാണ് അതിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. അപ്പം ഈ പാട്ട് ഭയങ്കര ഹിറ്റായി മാറിയിട്ടുള്ള 2 പാട്ടുകൾ കൂടെ ഉണ്ടെങ്കിലും 2-3 പാട്ടുകൾ കൂടെ ഉണ്ടെങ്കിലും ലോകാസമസ്ത സുഖിനോ ഭവന്തയ്ക്ക് ഒരു പ്രത്യേക ഒരു ആരാധക വൃന്ദമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഫീല് ടോട്ടലി ഡിഫറെൻ്റാണ്. ഫോർ ദ പീപ്പിൾ എന്ന സിനിമയുടെ ആത്മാവാണ് ലോകാസമസ്ത സുഖിനോ ഭവന്തു.